ഹലോ. നമുക്കൊരു അടിപൊളി പാസ്ത റെസിപ്പി ഉണ്ടല്ലോ. സൂപ്പർ ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാവും. അപ്പോൾ ആ ഒരു പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 2 വലിയ സൈസുള്ള ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസുള്ള തക്കാളി അല്ലെങ്കിൽ 2 മീഡിയം സൈസുള്ള തക്കാളി അതും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 1-2 മിനിറ്റ്. ഇപ്പോൾ നന്നായിട്ട് എല്ലാം വാടിയിട്ടുണ്ട്. തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വാടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഈ 3 പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്, അതിൻ്റെ ഉപ്പാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്തണം. ഇനിയിപ്പോൾ 1 കിലോ ചിക്കൻ ചെറിയ കട്ടാക്കി മുറിച്ച് വെച്ചതാണ്. എന്നിട്ട് ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമ്മളെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് അതിൽ വെന്തുടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പാസ്തയും കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രത്തിലേക്ക്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഈ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ക്രീമാണ് കേട്ടോ. ഇത് നല്ല ഹൈ ഹീറ്റിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത് കുക്കിംഗ് ക്രീമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കപ്പോളം ഞാൻ ഈ കുക്കിംഗ് ക്രീമിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ചൊരു ലൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക, കുറച്ച് ലൂസായിട്ട്. അപ്പോൾ ഒരു കപ്പോളം ഞാൻ കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ തിളക്കുന്ന സമയത്ത് ഒരു 5 സ്ലൈസ് ചെഡാർ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബർഗറിലൊക്കെ ഇടാൻ വേണ്ടി സ്ലൈസ് ചീസ് വാങ്ങിക്കൂലേ, ആ ഒരു ചീസാണത്. ഒരു 5 സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അത് ആ ചൂടിലങ്ങ് കിടന്ന് മെൽറ്റ് ആയിക്കോളും. അത് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിതാ ആ ഒരു കുക്ക് ചെയ്ത പാസ്ത ഇട്ട് കൊടുക്കട്ടെ. ഏത് ഷേപ്പിലുള്ള പാസ്ത നമുക്ക് എടുക്കാം. പിന്നെ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന പാസ്ത ആയിരിക്കരുത്. അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ആ ഒരു സമയം മാത്രം കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് നമ്മൾ പാസ്ത കുക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് ആ ഒരു പാസ്തയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പാസ്ത റെഡിയായി. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല, അത്രയും അടിപൊളിയാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള അടിപൊളി പാസ്ത ആണ് കേട്ടോ, ചിക്കൻ പാസ്ത. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടെ ക്രീം അനയിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സൂപ്പർ ടേസ്റ്റി പാസ്ത ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളിയാണ്.